ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ബി.പി. അങ്ങാടി നൈസ് പബ്ലിക് സ്കൂളിലെ വാർഷികാഘോഷം തിരൂർ. ബി.പി. അങ്ങാടി നൈസ് പബ്ലിക് സ്കൂളിലെ 7ാമത് വാർഷികാഘോഷം ഗാലക്സിയ 2K26 തിരൂർ ഡിവൈഎസ്പി എ.ജെ. ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഉദ്ഘാടനം മലപ്പുറം സഹോദയ ജനറൽ സെക്രട്ടറി എം. ജൌഹർ നിർവഹിച്ചു. പ്രമുഖ നാടക രചയിതാവ് രമേശ് കാവിൽ, സുപ്രസിദ്ധ സിനി ആർട്ടിസ്റ്റ് അഫ്ന എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഫൗസിയ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് ലിൻസൺ ലോറൻസ് അധ്യക്ഷത വഹിച്ചു. പ്രസാദ് പി. വടക്കേടം, വെളിയമ്പാട്ട് ശിവശങ്കരൻ നായർ എന്നിവരെ ആദരിച്ചു. സ്കൂൾ മാനേജർ കെ. നടരാജൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷരീഫ ബി, ബ്ലോക്ക് മെമ്പർ താഹിറ, തലക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജമാൽ, മുതിർന്ന പത്രപ്രവർത്തകൻ ബഷീർ പുത്തൻവീട്ടിൽ, അബ്ദുസലാം മൗലവി, താജുദ്ദീൻ ഫൈസി, വൈസ് പ്രിൻസിപ്പൽ ഫാത്തിമ ജാസ്മിൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുരുന്നുകളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. A very special day to us, the 7th annual day celebration of our school, Galaxia 2K26, a day that reflects the spirit, talent and collective achievements of our school. Today is not just a celebration, it is a reflection of our students' hard work, creativity and boundless potential. It is my privilege and happiness to welcome each one of you to the stage. First of all, I would like to warmly welcome our PTA President, Mr. Linson Lawrence, who is the pillar support of our school. ഒരു ഗാലക്സിയിൽ 1000 നക്ഷത്രങ്ങൾ ഒത്തുചേർന്ന പോലെ നമ്മുടെ കുട്ടികളുടെ 1000 കഴിവുകൾ ഇന്ന് ഒത്തുചേരുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് ഒരു PTA-ക്കുള്ള ആ വിദ്യാലയം ഉയർന്നു വരുന്നതിന് PTA-ക്കുള്ള പങ്ക് വളരെ വലുതാണ്. അതുപോലെ ഈ പ്രാവശ്യത്തെ വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അധ്യാപകരോടൊത്ത് ചേർന്ന് PTA-ക്ക് വിദ്യാലയത്തിന്റെ വളർച്ചയിൽ ഒരു പങ്ക് വഹിക്കാൻ സാധിച്ചതിൽ PTA പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനം. നമ്മുടെ ആനുവൽ ഡേ വളരെ വിജയകരമായി പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കൾ എന്ന രീതിയിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനം കുട്ടികൾക്ക് അത്യാവശ്യമാണ്. ഇന്ന് ഈ കുട്ടികൾ പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ അധ്യാപകരുടെ ഒരു എഫേർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. നമുക്ക് വളരെ കുറഞ്ഞ സമയമാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവർക്ക് ഇപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നല്ല രീതിയിൽ ഇന്ന് അവർക്ക് കുട്ടികൾ ഇന്ന് ഇവിടെ അവരുടെ കഴിവ് പുറത്തെടുക്കുന്ന രീതിയിൽ നമ്മുടെ സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും, ആരോഗ്യം പോകും. എന്നാൽ വിദ്യാധനം സർവധനാൽ പ്രധാനം. നിർഭാഗ്യമെന്ന് പറയട്ടെ, അറിവുകൾ നേടിയിട്ടും തിരിച്ചറിവ് നേടാൻ കഴിയാത്ത ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വളർന്നു വരികയാണ്. അപ്പനാര്, അമ്മയാര്, സഹോദരനാര്, സഹോദരിയാര്, പിഞ്ചു കുഞ്ഞുങ്ങളാര്, ചുറ്റുപാടുള്ളവരാര്, ആരെയാണ് ബഹുമാനിക്കണം, എന്താണ് നമ്മുടെ രാജ്യം, രാജ്യത്തിൻ്റെ ഭരണഘടന എന്താണ്, നിയമം എന്താണ് എന്നൊന്നും തിരിച്ചറിവില്ലാത്ത ഒരു വലിയ ഒരു പ്രശ്നം ഞാൻ ഇന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ലഹരികളൊക്കെ ആവാം, ലഹരി പലവിധമാവാം. നമ്മുടെ കെമിക്കലാവാം, ചിലർക്ക് മറ്റു പല രീതിയിലുള്ള ലഹരികളാവാം. ഞാൻ നിങ്ങളോട് പറയാം, ഈ സ്കൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏരിയയുടെ വികസനത്തിന് നട്ടുവെച്ച ഒരു തീനാളമാണ്. അത് കെടാതെ സൂക്ഷിക്കേണ്ടത് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളാണ്. ആ സംസ്കാരം,
ആ രീതി, ഭക്ഷണം കഴിക്കുന്ന രീതി പോലും, മറ്റുള്ളവരെ സ്വീകരിക്കുന്ന രീതി എല്ലാം മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾ ഒപ്പിയെടുക്കുന്നത്. പിന്നീട് സ്കൂളിലെത്തിയിട്ട് ഞങ്ങളൊരു ഫോർമാലിറ്റിക്കൊക്കെ പഠിപ്പിക്കും. പക്ഷെ അവൻ ഇൻകറന്റ് ആയിട്ട് കിട്ടുന്നത് അതത് കുടുംബങ്ങളിലാണെന്നുള്ളത് ഇവിടെ കൂടിയ പാരന്റ്സ് ഓർക്കണം. കാലയളവിലും ജീവിത കാലത്തും എന്തെല്ലാം അസൈൻമെന്റുകൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ആക്ടിവിറ്റികളിൽ പങ്കെടുത്തിട്ടുണ്ട്, എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്, ഇതിന്റെ ലിസ്റ്റാണ് ആവശ്യം ഇന്ന് പുതിയ തൊഴിൽ നൽകാൻ. തൊഴിലിന് പ്രായം ഒരു പരിഗണനയല്ല. ചെറിയ കുട്ടികൾക്ക് കൊടുക്കും. നമ്മുടെ മനസ്സിൽ റിട്ടയർ ആയ ആൾക്കാർക്ക് ജോലി ഇല്ല എന്നാണ്. ഇന്ന് ആമസോൺ പോലെയുള്ള കമ്പനികൾക്ക് മിലിറ്ററിയിൽ നിന്നും അതുപോലെയുള്ള ഫോഴ്സിൽ നിന്നും റിട്ടയർ ആയ ആളുകൾ ആവശ്യമുണ്ട്. എന്തിനാ? അവർക്ക് വളരെ വെൽ ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഒരു മിഷൻ ഏൽപ്പിച്ചു കൊടുത്താൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയും. അപ്പോ അങ്ങനെയുള്ള ആളുകളെയും ഇന്ന് തൊഴിൽ ദാതാക്കൾക്ക് ആവശ്യമുണ്ട്. ചെറിയ കുട്ടികളെ, ഇവൻ 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത കുട്ടികളെ ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ജോലിക്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കലാകായിക പരിപാടികൾ, കല എന്ന് പറഞ്ഞാൽ കലർപ്പാണെന്ന് പറഞ്ഞാൽ, കലയിൽ എന്തിനേയും നമുക്ക് കലർത്താൻ പറ്റും. എന്തിനേയും കലർത്തി നമ്മൾക്ക് വളരെ മനസ്സിന് ഇമ്പം നൽകുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റാവുന്ന ഒരു കവറാണ് കല. അപ്പൊ ആ കലയിലേക്ക് നമുക്ക് എന്തിനേയും ചേർക്കാൻ പറ്റും. അത്തരത്തിൽ ഒരുപക്ഷെ വളരെ ചെറിയ സ്കൂളായിട്ട് പോലും നൈസ് പബ്ലിക് സ്കൂൾ സഹോദയ നടത്തുന്ന വൈവിധ്യങ്ങളായ പരിപാടി, കലോത്സവം ആവട്ടെ, ഈ വളരെ സന്തോഷം എന്ന് പറയട്ടെ, മറ്റന്നാൾ നടക്കുന്ന MSAT അവാർഡ് മീറ്റിൽ ഈ സ്കൂളിലെ ഒരു കുട്ടിക്ക് 10ാം റാങ്ക് കരസ്ഥമാക്കിയ മലപ്പുറം സഹോദയ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈ സ്കൂളിലെ കുട്ടിക്ക് റാങ്ക് ഉണ്ട്. വളരെ ചെറിയ സ്കൂളാ, പുതിയ സ്കൂളാ. എന്നിട്ടും അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായി പരിപാടികൾ അവർ പങ്കെടുക്കുക വഴി അനുഭവങ്ങൾ ഉണ്ടാവുകയും വരും വർഷങ്ങളിൽ ധാരാളം സമ്മാനങ്ങളും അംഗീകാരങ്ങളും ഈ സ്ഥാപനത്തെ നിശ്ചയമായും തേടിയെത്തും. വീണപ്പ തന്നെ എണീറ്റോല്, വെള്ളം കിട്ടാണ്ട് മുളച്ചോല്, വെയിലത്ത് വാടാതെ നിന്നോല്, തോക്കാതെ നാടിനെ കാത്തോല്, ഒല് തോറ്റോലല്ല ജയിച്ചോല്, ഒല് തോറ്റോലല്ല ജയിച്ചോല്. തിന്തകത്തക 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 ത്രിതാരോദക തിന്തകത്തക ത്രിതാരോ തിന്തകത്തക ത്രിതാരോദക തിന്തകത്തക ത്രിതാരോ. വേലികളൊക്കെ പൊളിച്ചോല്, വേറിട്ട് തന്നെ നടന്നോല്, വേലയെടുത്ത് കഴിഞ്ഞോല്, വെറുതെ ഇരിക്കാണ്ട് പാഞ്ഞോല്, തോക്കാതെ നാടിനെ കാത്തോല്, ഒല് തോറ്റോലല്ല ജയിച്ചോല്, ഒല് തോറ്റോലല്ല ജയിച്ചോല്. തിന്തകത്തക തിന്തകത്തക ജാതി മതങ്ങൾ മറന്നോല്, ചോരയൊന്നാണെന്നറിഞ്ഞോല്, നേരിനെ കൂട്ടിപ്പിടിച്ചോല്, നെഞ്ചു വിരിച്ച് നടന്നോല്, തോക്കാതെ നാടിനെ കാത്തോല്, ഓല് തോറ്റോലല്ല ജയിച്ചോല്. തിന്തകത്തക 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 ത്രിതാരോദക തിന്തകത്തക ത്രിതാരോ തിന്തകത്തക ത്രിതാരോദക തിന്തകത്തക ത്രിതാരോ. തിന്തകത്തക 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 ത്രിതാരോദക തിന്തകത്തക ത്രിതാരോ തിന്തകത്തക ത്രിതാരോദക തിന്തകത്തക ത്രിതാരോ. അതിൽ ഞാൻ ചെറിയ ചെറിയ ഏർണിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഒരു ജോലി, അതായത് ഒരു പ്രൊഫഷൻ, ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് എന്നെ തന്നെ വേണില്ല നമുക്കൊരു ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട്. എനിക്ക് കുറച്ചുകൂടെ ഏൺ ചെയ്യണം എന്ന് തോന്നി. എന്റെ കയ്യിൽ കുറച്ച് പൈസ തന്നപ്പോ എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ആ ഒരു റെസ്പെക്ട് എനിക്ക് കൂട്ടണം എന്ന് തോന്നിയിട്ട് ഞാൻ എന്റേതായിട്ടുള്ള കഴിവുകളിൽ ചെറിയ രീതിയിൽ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് നമ്മളെ പ്രൊമോഷനായിട്ട് ആദ്യം ഷോപ്പറൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എന്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഓരോ ഷോപ്പിൽ പോയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ആളുകൾ അത് ഏറ്റെടുത്തു. പിന്നെ പേയ്മെന്റിലായി എന്റെ വീഡിയോസ്.
ഇന്ന് എനിക്ക് ഏറെ അഭിമാനത്തോടു കൂടി പറയാം, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ വാങ്ങുന്നതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് ഇന്ന് എന്റെ സാലറി. ഐ എം ദ കേരള ഐക്കോണിക് വുമൺ എക്സലൻസ് 2025. താങ്ക് യു. അടുത്ത വർഷമാണ് ഇവിടുത്തെ ആനുവൽ ഡേക്ക് പങ്കെടുക്കുന്നത്. 7ാം വാർഷികമാണ്. 5 വർഷം ഞാൻ ഈ വാർഡിലെ മെമ്പർ എന്ന നിലയിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 7ാമത്തെ വർഷമാണ്. ഇപ്പോൾ ഞാൻ ജില്ലാ മെമ്പറാണ്. ഏതായാലും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനം എത്തി. തലക്കാട് പഞ്ചായത്തിൻ്റെ ഈ ഗ്രാമാന്തരീക്ഷത്തിൽ ഒരു CBS സ്കൂൾ തുടങ്ങി നമ്മളുടെ മക്കൾക്ക് സാംസ്കാരികവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ എല്ലാ ഉന്നമനങ്ങളും നേടിക്കൊടുക്കാൻ സ്കൂളിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്. അറബിയിൽ ഒരു പദമുണ്ട്, മൻ ജദ്ദ വജദ. ഒരാൾ പരിശ്രമിച്ചാൽ ആ പരിശ്രമിച്ചത് ഏതെങ്കിലും ഒരു സമയത്ത് ഉന്നത വിജയത്തിലെത്തിക്കും എന്നുള്ളത്. ഈ നൈസ് പബ്ലിക് സ്കൂളിന്റെ സ്ഥാപകനായിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നടരാജൻ സാർ ഒരു 28-കാരനെ പോലെ പരിശ്രമിച്ച് അദ്ദേഹം ഇന്ന് ഈ നിലയിൽ ഈ സ്കൂൾ എത്തിച്ചു. അവിടുത്തെ കുട്ടികളുടെ പൂർണ്ണമായ ഉയർച്ച എന്ന് പറയുന്നത് ആ നാടിൻ്റെ വളർച്ചയാണ്. പ്രത്യേകിച്ച് ഈ തീരെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം, അവർ നാളെ നാടിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുകയും ഭാവി വാഗ്ദാനങ്ങളായി മാറുകയും ചെയ്യേണ്ടി വരുമ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കർത്തവ്യം, കടമ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം ഒരു സ്ഥാപനത്തിന് രക്ഷിതാക്കൾ നൽകുന്ന പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ യോഗത്തിന് ശേഷം കുട്ടികളുടെ കലാപരമായ പ്രകടനങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കായിക, കലാ, അക്കാഡമിക വിഷയങ്ങളുടെ ഒരു പരിസമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകടനം ഒരു വാർഷിക യോഗം എന്ന നിലയിൽ ഇവിടെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ്, പബ്ലിക് സ്കൂള്, നമ്മുടെ നൈസ് പബ്ലിക് സ്കൂള് ആത്മാർത്ഥമായി നാടിൻ്റെ ഈ വികസനത്തിന്, വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറുന്നുണ്ട് എന്ന് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എന്നും തുടരട്ടെ. 17ാം വാർഡിനകത്ത് മികമാർന്ന ഒരു സ്കൂളായി നമ്മുടെ നൈസ് സ്കൂൾ മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ 17ാം വാർഡെന്ന മെമ്പർ എന്നുള്ള നിലയിൽ ഈ സ്കൂളിന് വേണ്ടിയുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും തലക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പു തന്നുകൊണ്ട് Mrs. Tahira, respected block panchayat member, a committed leader devoted to public service and community development. Ma'am, please come and share the felicitation. രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ സ്കൂൾ. അതിനുവേണ്ടി നൽകുന്ന സംഭാവന വളരെ വലുതാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആവശ്യമായ എല്ലാവിധ പിന്തുണയും ബ്ലോക്ക് മെമ്പർ എന്ന നിലയ്ക്ക് എന്നിൽ നിന്നുണ്ടാകുന്ന ഉറപ്പ് വരുത്തുന്നു. അതിൻ്റെ എല്ലാമായ നടരാജ്യത്തിനും എല്ലാവിധ ആവശ്യങ്ങളും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഗ്രൗണ്ടിനടുത്ത് തന്നെ ഒരു വലിയ കെട്ടിടം അടുത്ത ആഘോഷത്തിന് മുമ്പായി നമ്മുടെ നൈസ് സ്കൂളിന് വേണ്ടി ഉയർന്നു വരട്ടെ എന്ന് ജഗന്യന്താവായ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഇത്രയും സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മലപ്പുറം ജില്ലയിൽ മാത്രം ഏകദേശം 126 പേർക്കാണ് ഈ മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ട പനി അല്ലെങ്കിൽ ജ്വരം പിടിപെട്ടത്. അതിൽ 40 പേര് കുട്ടികളായിരുന്നു. അതായത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ 19 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികൾ എന്ന് പറയുന്നത്. Nice Public School Galaxia 2K26. I sincerely thanks our PTA President, Mr. Linson sir, and our inaugurator, Mr. AJ Johnson, Deputy Superintendent of Police, Tirur, and Mr. Jauhar, General Secretary of Malappuram Sahodaya.
പാൻ മീഡിയ ന്യൂസ്, തിരൂർ.